ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളായ വിനോദസഞ്ചാരികളെ മടക്കിയെത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനം കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കേറ്ററ്റ് സംബന്ധിച്ച കോടതി വിധിയിൽ വ്യക്തത വരുത്താൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. രോഗബാധ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ. പാലീക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചത് വീണ്ടും നീട്ടി ഹൈക്കോടതി. ഏഷ്യാ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE-യെ നേരിടും. വാർത്തകൾ വിശദമായി. സംഘർഷങ്ങളെ തുടർന്ന് നേപ്പാളിലെ പൊഖാറയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളായ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. നിലവിലെ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവർ വീണ്ടും ഇവിടെ തുടരുന്നത് ദുഷ്കരമാണെന്ന് കത്തിൽ പറയുന്നു. കേരള സർക്കാരിന്റെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. യുവജന പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ സൈന്യം നാളെ രാവിലെ 6 മണിവരെ കർഫ്യൂ പ്രഖ്യാപിച്ചു. കാഠ്മണ്ഡു താഴ്വരയുടെ നിയന്ത്രണവും നേപ്പാൾ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. താഴ്വരയിൽ സ്ഥിതി മുൻ ദിവസത്തെ അപേക്ഷിച്ച് ശാന്തമാണ്. പ്രക്ഷോഭത്തിന്റെ മറവിൽ നടക്കുന്ന കൊള്ളയും അരാജക പ്രവൃത്തികളും തടയാൻ സമൂഹം ഒന്നടങ്കം സഹകരിക്കണമെന്നും സൈന്യം അഭ്യർത്ഥിച്ചു. സുരക്ഷാ സേനയിൽ നിന്നും തട്ടിയെടുത്ത ആയുധങ്ങൾ പ്രക്ഷോഭകർ അടിയന്തരമായി മടക്കി നൽകണമെന്നും സൈന്യം നിർദ്ദേശിച്ചു. സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സ്ഥിതിഗതികൾ ശാന്തമാകുന്നതുവരെ നേപ്പാളിലെ ഇന്ത്യൻ പൌരന്മാർ നിലവിലെ താമസ സ്ഥലങ്ങളിൽ തുടരണമെന്നും തെരുവുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാകും. ഡൽഹി, മുംബൈ, കൊച്ചി തുടങ്ങി രാജ്യത്തെ 8 വിമാനത്താവളങ്ങളിൽ നിലവിൽ ഈ സംവിധാനം ലഭ്യമാണ്. കേറ്ററ്റ് സംബന്ധിച്ച കോടതി വിധിയിൽ വ്യക്തത വരുത്താൻ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് അധ്യാപക പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കണം. കുട്ടികൾ ഒരു പ്രത്യേക വിഷയത്തിന് തോറ്റാൽ അതിന് ആദ്യം മറുപടി പറയേണ്ടത് ആ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകനാണെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത 544-ൽ തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചത് വീണ്ടും നീട്ടി കേരള ഹൈക്കോടതി. ടോൾ പ്ലാസയ്ക്ക് സമീപം മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ 12 മണിക്കൂർ നീണ്ട ഗതാഗത കുരുക്കിനെ തുടർന്നാണ് ടോൾ നിർത്തിവെക്കാനുള്ള പ്രാരംഭ ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. റിപ്പോർട്ട് ജില്ലാ കളക്ടർ പരിശോധിക്കുന്നതുവരെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കുന്നത് തുടരും. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുള്ള കുട്ടിക്കും കോഴിക്കോട് സ്വദേശിക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 11 പേരാണ് ചികിത്സയിലുള്ളത്. വാടക ബാങ്ക് അക്കൌണ്ടുകൾ തടയാനുള്ള കർശന പരിശോധനയ്ക്ക് സംസ്ഥാനത്തെ ബാങ്കുകളിൽ തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ആധാറുമായി ബന്ധിപ്പിച്ച അതേ മൊബൈൽ നമ്പർ തന്നെയാണോ ബാങ്കിൽ ഇടപാടുകൾക്കായി രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പരിശോധിക്കുകയാണ് മ്യൂൾ അക്കൗണ്ട് എന്നറിയപ്പെടുന്ന വാടക ബാങ്ക് അക്കൗണ്ട് തടയാനായി പ്രധാനമായി ചെയ്യുന്നത്. ഓൺലൈൻ ബാങ്കിംഗ് അടക്കമുള്ള ഇടപാടുകൾക്കായി മൊബൈൽ നമ്പർ സാധൂകരിക്കുന്ന വാലിഡേഷൻ പ്രക്രിയയിൽ ഇങ്ങനെയുള്ള നമ്പർ മാത്രം അംഗീകരിക്കുന്നത് തട്ടിപ്പുകൾ തടയാൻ വലിയ തോതിൽ സഹായിക്കുന്നുണ്ടെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി ചെയർമാനും കാനറ ബാങ്ക് ജനറൽ മാനേജറുമായ KS പ്രദീപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മറ്റുള്ളവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പ്രേരിപ്പിക്കുകയും തട്ടിപ്പുകാർ അതോടൊപ്പം തങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുകയും ചെയ്ത് സാമ്പത്തിക സൈബർ തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നതാണ് മ്യൂൾ അക്കൗണ്ടുകളുടെ രീതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. GST ഘടനാ പരിഷ്കരണം രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. പെൻസിൽ, ക്രയോൺസ്, ഗ്രാഫ് ബുക്ക്, ഭൂപടം,
ചാർട്ട് തുടങ്ങിയവയുടെ 12% GST നിരക്ക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. സ്റ്റേഷനറി വസ്തുക്കളെ GSTയിൽ നിന്നും ഒഴിവാക്കിയത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകും. പുതുക്കിയ നിരക്കുകൾ ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ വരും. ലോട്ടറിയുടെ GST വർധനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ലോട്ടറി ഉൽപ്പന്നക്കാരുടെയും ഏജന്റുമാരുടെയും സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. പുതിയ GST നിരക്ക് പരിഷ്കരണം അനുസരിച്ച് കേരള സർക്കാർ നടത്തുന്ന പേപ്പർ ലോട്ടറിയെ ചൂതാട്ടത്തിനും കാസിനോകൾക്കും മറ്റുമായി നിശ്ചയിച്ചിട്ടുള്ള 40% നികുതി പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രതിസന്ധി മറികടക്കാനുള്ള കാര്യങ്ങളിലെ അഭിപ്രായ രൂപീകരണത്തിനായാണ് ചർച്ച നടന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി വനം വകുപ്പ് ഈ മാസം 16 മുതൽ സംസ്ഥാന തലത്തിൽ തീവ്രയജ്ഞ പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങുന്നു. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന പരിപാടി അടുത്ത മാസം 30-ന് സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മലയോര മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേഗത്തിലും ഫലപ്രദമായും പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്ന 400 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചായിരിക്കും തീവ്രയജ്ഞ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയാത്തവ ജില്ലാതലത്തിലും ജില്ലാതലത്തിൽ പരിഹരിക്കാൻ കഴിയാത്തവ സർക്കാർ തലത്തിലും അവതരിപ്പിച്ച് പരിഹാരം കാണാനാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ആദ്യപടിയായി മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പഞ്ചായത്തുകളിലെ റേഞ്ച് ഓഫീസുകളിൽ പരാതി പട്ടികകൾ സ്ഥാപിക്കും. ഒപ്പം സഹായ കേന്ദ്രങ്ങളും തുറക്കും. വിവരശേഖരണത്തിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രതിനിധികളും അടങ്ങുന്ന ടീമുകളും രൂപീകരിക്കും. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIFIക്ക് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന 6ാമത് സ്വദേശി കോൺക്ലേവിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പുരസ്കാരം കൈമാറി. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ലഭിക്കുന്ന ദേശീയ ബഹുമതിയാണിത്. ആർമി റിക്രൂട്ട്മെന്റ് റാലിക്ക് ഇടുക്കി നെടുങ്കണ്ടത്ത് തുടക്കം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് ഈ മാസം 16 വരെ നീളുന്ന റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. എഴുത്തുപരീക്ഷ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ 3102 ഉദ്യോഗാർത്ഥികളാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നത്. 3ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഈ മാസം 13-ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് കഥകളി മഹോത്സവം നടക്കുന്നത്. കഥകളി അഭ്യാസ കളരിയിൽ വളരെയധികം പ്രാധാന്യമുള്ള കോട്ടയം കഥകൾ അരങ്ങിൽ വളരെ ചുരുക്കി അവതരിപ്പിച്ചു വരുന്ന ഘട്ടത്തിലാണ് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം നടക്കുന്നത്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, കാലകേയവധം എന്നിവയാണ് അവതരിപ്പിക്കുക. 50ഓളം കലാകാരന്മാർ കഥകളി മഹോത്സവത്തിൽ പങ്കെടുക്കും. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE-യെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 323 പോയിന്റ് ഉയർന്ന് 81,425-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 104 പോയിന്റ് നേട്ടത്തിൽ 24,973-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 160 രൂപ വർദ്ധിച്ച് 81,040 രൂപയും ഗ്രാമിന് 10,130 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള മീഡിയ അക്കാദമിയുടെ രാജ്യാന്തര മാധ്യമോത്സവം ഈ മാസം 30 മുതൽ ഒക്ടോബർ 2 വരെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഫെസ്റ്റിവൽ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായ പ്രഭാവർമ്മ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെയും കേരള പത്രപ്രവർത്തക യൂണിയന്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളായ വിനോദസഞ്ചാരികളെ മടക്കിയെത്തിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനം കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കേറ്ററ്റ് സംബന്ധിച്ച കോടതി വിധിയിൽ വ്യക്തത വരുത്താൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗബാധ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ. പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചത് വീണ്ടും നീട്ടി ഹൈക്കോടതി. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE-യെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.